അഭിപ്രായങ്ങൾ പറയുക എളുപ്പമാണ്, അയക്കുകയാണ് ബുദ്ധിമുട്ട്. അയക്കുക ബുദ്ധിമുട്ടാണ്. അതാണ് കർത്താവ് തുടർന്ന് താഴേക്ക് പറയുന്നത്. നമ്മെ കാത്തിരിക്കുന്ന വേറെ സ്ഥലങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. യഥാർത്ഥ ലക്ഷ്യം അതാണ് അവരോടൊക്കെ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, സഞ്ചിയും പൊക്കണവും ചെരുപ്പവും എടുക്കരുത്. കാര്യം സഞ്ചിയും പൊക്കണവും സേഫ് ആക്കാൻ ശ്രമിച്ചാൽ മിഷൻ നടക്കുകയില്ല എന്ന് കർത്താവിന് അറിയാം. സഞ്ചിയും പൊക്കണവും പോക്കറ്റും ഒക്കെ സേഫ് ആക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും മിഷൻ നടക്കുകയില്ല. ശ്രദ്ധ സഞ്ചിയിലും പോക്കറ്റിലും ആയിരിക്കും. അങ്ങനെ സഞ്ചിയിലും പോക്കറ്റിലും ശ്രദ്ധിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട് മിഷനിൽ ഇറങ്ങിയവർ. ഇതൊരു യാഥാർത്ഥ്യമാണ്. പലയിടങ്ങളിലും നമുക്കറിയാം മിഷന് വേണ്ടി ഇറങ്ങിയതാണ്, പക്ഷേ സേഫ് ആക്കാൻ ശ്രമിച്ചത് പലപ്പോഴും ഭൗതികമായ പല നേട്ടങ്ങളുമായിരുന്നു. അതുകൊണ്ടാണ് അവിടെ പറയുന്നത്, നിങ്ങളുടെ മുൻപിൽ ലഭിക്കുന്നത് നിങ്ങൾ ഭക്ഷിക്കുക. എന്താണെന്ന് നോക്കരുത്. കർണാടകയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വലിയ ആവേശമാണ്. അവിടെ പ്രവർത്തിച്ചിരുന്ന സുവിശേഷ ഒരു പട്ടക്കാരൻ ഞങ്ങളൊക്കെ ചെറുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ. ഞങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുകളില്ല. അവർ പറയുമായിരുന്നു, മുൻപ് ഇവിടെ ശുശ്രൂഷ ചെയ്തതാണ്. ഗ്രാമത്തിലെ ഒരു ഭവനത്തിൽ ചെല്ലുമ്പോൾ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ വീട്ടുകാർ വളരെ സന്തോഷത്തോടെ, അവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ പോയി കണ്ടാൽ നിങ്ങൾക്ക് അതിശയം തോന്നും. വളരെ ദയനീയമായ സാഹചര്യങ്ങളാണ്. ചിക്കൻ കറിയാണ് വിളമ്പിക്കൊണ്ട് വെച്ചിട്ടുള്ളത്. ചിക്കൻ കറി വിളമ്പിക്കൊണ്ട് വെച്ചിരിക്കുന്നത് ചിക്കന്റെ പീസ് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും കോഴിയുടെ തലയാണ് കയ്യിൽ കിട്ടുന്നത്, ചുണ്ട്. എന്നാൽ അതങ്ങോട്ട് മാറ്റി വെച്ച് അടുത്തെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ കോഴിയുടെ കാലാണ് കയ്യിൽ കിട്ടുന്നത്. അതെല്ലാം കൂടിയിട്ടാണ് കറി വെച്ചുകൊണ്ടിരുന്നത്. പിന്നീട് നമ്മുടെ സുവിശേഷകരൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നീടാണ് അവരുടെ ആഹാരത്തിൽ പല കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസം വരുത്താനിടയായിരുന്നു. ഞാൻ പറയാൻ വന്നതല്ല, എന്തും മുൻപിൽ കൊണ്ടുവച്ചാൽ ഭക്ഷിക്കണം. അത് നമ്മളുടെ ദൗത്യത്തിന്റെ ഭാഗമാണ്. ഞാൻ ഒറീസയിൽ പ്രാക്ടിക്കൽ വർക്കിന് പോയപ്പോൾ എനിക്കിതുപോലെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അനുഭവം. കേരളത്തിൽ മാത്രം ജീവിച്ച് പരിചയിച്ചിട്ടുള്ള എനിക്ക് ഒറീസയിൽ ചെന്നപ്പോൾ അന്ന് അവിടെയുള്ള ഒരു വീട്ടിലൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ ആടാണ് ഇറച്ചി. പക്ഷെ ഈ ആടിന്റെ ഇറച്ചി റെഡിയാക്കുന്നത് ഞാൻ കാണാനിടയായി. എങ്ങനെയാണ് റെഡിയാക്കുന്നത് ചോദിച്ചാൽ, ആടിനെ കൊന്നതിന് ശേഷം നമ്മളുടെ ഷേവിംഗ് സെറ്റ് കൊണ്ടുവന്നിട്ട് അതിന്റെ പുറത്തെ രോമം ഷേവ് ചെയ്ത് കളയുക. ആ ഷേവ് ചെയ്ത് കളഞ്ഞ ആടിനെയാണ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മുൻപിൽ കഴിക്കാനായി കൊണ്ടുവന്നത്. കഴിക്കാൻ കൊണ്ടുവന്നത് ഇലയിലാണ് തന്നത്. ഇല കുഴിച്ച് ഉണ്ടാക്കിയ പാത്രത്തിലാണ് കൊണ്ടുവന്നത്. നമ്മൾ കണ്ടതുകൊണ്ട് കഴിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കഴിക്കാതിരിക്കാൻ നിർവാഹമില്ല. അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ പറയാൻ വന്നത് അതൊന്നുമല്ല, ആഹാരം കഴിക്കുന്നതിനെ കുറിച്ചൊന്നുമല്ല പറയാൻ വന്നത്. ഭൗതികമായ അനുഭവങ്ങളല്ല, മറിച്ച് അതിനപ്പുറമായി കർത്താവ് പറയുകയാണ്, യു ഹാവ് ടു ബിക്കം ദ എക്സ്റ്റൻഷൻ ഓഫ് മൈ മിനിസ്ട്രി. ദൈവത്തിന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ, കർത്താവിന്റെ ദൈവരാജ്യ പ്രവർത്തനത്തിന്റെ പങ്കുകാരായിട്ട് നമ്മൾ ജീവിക്കേണ്ടത്. നമ്മളതിന്റെ എക്സ്റ്റൻഷനാണ്. ഇവിടെ താഴോട്ടെല്ലാം കർത്താവ് പറയുന്നത് അത് തന്നെയാണ്. എന്റെ അസാന്നിധ്യത്തിൽ തുടങ്ങുമ്പോൾ തന്നെ കർത്താവ് പറയുന്നുണ്ട്, താൻ ചെല്ലുവാനുള്ള പട്ടണത്തിലേക്ക്, നഗരത്തിലേക്ക്. ക്രിസ്തുവിന്റെ അസാന്നിധ്യത്തിൽ ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ വിളിക്കപ്പെട്ട ആളുകളാണ്. നമുക്കറിയാം, എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയാണ് എക്സ്റ്റൻഷൻ കോഡ് ഉപയോഗിക്കുന്നത്. നമ്മൾ എവിടെയാണോ അതിന്റെ പ്ലഗ് കുത്തുന്നത്, അവിടെ നിന്ന് നമ്മൾ ഏത് സ്ഥലത്തേക്കാണോ വേണ്ടത് അവിടേക്ക് നമുക്ക് കൃത്യമായിട്ട് കറണ്ട് കിട്ടാറുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അത് തന്നെയാണ്. ദൈവത്തിന്റെ മിഷന്റെ എക്സ്റ്റൻഷനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. We are the extension of God's healing hands. We are the extension of God's caring hands. ദൈവത്തിന്റെ സൗഖ്യമാകുന്ന ശുശ്രൂഷയുടെ എക്സ്റ്റൻഷനാണ് നമ്മൾ, തുടർച്ചയാണ് നമ്മൾ, കരുതുന്ന ശുശ്രൂഷയുടെ തുടർച്ചയാണ് നമ്മൾ. ഏറ്റവും അവസാനം വരുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ കാലിന് പറ്റിയ പൊടിയും ഞങ്ങൾ നിങ്ങൾക്ക് കുടഞ്ഞു പോകുന്നു, എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്ന അറിഞ്ഞുകൊള്ളുക എന്ന് പറയുന്നു. കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ആശാഭംഗത്തിൽ അവസാനിപ്പിക്കേണ്ട ഒന്നല്ല നിങ്ങളുടെ ശുശ്രൂഷ. ചിലപ്പോൾ നിങ്ങൾ പറയുമ്പോൾ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് വന്നേക്കാം, നിങ്ങൾ പറയുന്നത് ആളുകൾ സ്വീകരിച്ചു വന്നേക്കാം. എന്നാൽ നിരാശയോടെ മടങ്ങിപ്പോകേണ്ട ഒരു ശുശ്രൂഷയല്ല ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. ആശാഭംഗത്തിൽ അവസാനിപ്പിക്കേണ്ട ശുശ്രൂഷയല്ല ദൈവരാജ്യ ശുശ്രൂഷ. ഒന്നും അവസാനിപ്പിച്ചിട്ട് പോകേണ്ടതല്ല ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ആളുകൾ ദൈവരാജ്യത്തെ കൈക്കൊണ്ടില്ലെങ്കിലും, ഒരു കാര്യം നിങ്ങൾ ഉറപ്പായി പറയണം, ദൈവരാജ്യം സമീപിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളുടെ ഉത്തരവാദിത്വം. ഈ മര്യാദ പ്രദേശം